മുഖ്യമന്ത്രിക്കും പിന്നെ അതുപോലെ തന്നെ ഉയർന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഒന്നും വിശദമായി ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് അറിവ്. പക്ഷേ മന്ത്രിസഭ തീരുമാനം എടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അറിയും. ഈ ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയം മാറ്റിയത് വഴി ജയിലിൽ പോയിട്ടുള്ളത് ഈ കമ്പനിക്ക് പങ്കുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയുമെന്നറിയില്ല. പഞ്ചാബിൽ നടന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് അറിയുമെന്നറിയില്ല. പക്ഷേ അപേക്ഷ തിരസ്കരിച്ചതിന് ശേഷം ഈ മദ്യനയം മാറ്റുന്നതിന് മുമ്പ് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് ഈ കമ്പനിയുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. മുഖ്യമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി പഠിക്കണം. അവിടെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി മദ്യനയം മാറ്റി അഴിമതിക്ക് സ്വകാര്യ കമ്പനിക്കാർക്ക് വഴിവെച്ച് കൊടുത്തതുകൊണ്ടാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. പഞ്ചാബിലെ ഈ ദുരുപയോഗം, വെള്ളത്തിൻ്റെ ദുരുപയോഗവും അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ നശിപ്പിച്ചതിനുമാണ് ആ കമ്പനി പൂട്ടേണ്ടി വന്നത്. ആ ഒരവസ്ഥ കേരളത്തിൽ തുടരാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടോ? ഈ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഉപദേശവും കണ്ടുപിടുത്തവും കണ്ടാണോ മുഖ്യമന്ത്രി ഇതിന് കൂട്ടുക്കുന്നത്? മുഖ്യമന്ത്രിക്ക് അറിയില്ല. മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയാണ് ഇതിനെക്കുറിച്ച്, ഈ കാര്യത്തെക്കുറിച്ച് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. 100% മദ്യനയം മാറ്റുന്നതിലാണ് കോഴ നടന്നിരിക്കുന്നത്, അഴിമതി നടന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ ഡൽഹിയിലെ കാര്യം പരിശോധിച്ചോ? അവിടുത്തെ നിലവിലുള്ള മദ്യനയം മാറ്റിയത് സ്വകാര്യ ബ്രൂവറിക്കാർക്കും സ്വകാര്യ വിതരണക്കാർക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ്. പിന്നീട് ഗവൺമെൻറ് അവരുമായിട്ട് കരാർ വയ്ക്കുകയാണ്. ആ കരാറിലെ അഴിമതിയാണ് പിന്നീട് പുറത്തു വന്നതും. ഇദ്ദേഹവുമായിട്ട് കെജ്രിവാളിൻ്റെ പ്രവർത്തനത്തെ മുഴുവൻ, വാട്സപ്പ് മെസ്സേജുകൾ മുഴുവൻ പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തെ ജയിലിലാക്കിയത്. ഉപമുഖ്യമന്ത്രി സിസോദിയ അദ്ദേഹം ജയിലിലായതും ഇതേ മദ്യ കമ്പനിയുടെ അഴിമതി പ്രവർത്തനം കൊണ്ടാണ്. 118 കോടി രൂപ ഈ കമ്പനിയുടെ ഒരു ഡയറക്ടറെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ണടച്ച് ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് കമ്പനിയുടെ ഹരിയാനയിലും മധ്യപ്രദേശിലും UP-യിലെയും പ്രവർത്തനത്തെ പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡൽഹിയും പഞ്ചാബും പരാമർശിക്കാത്തത്? അപ്പോൾ ഈ അപേക്ഷ ഒരു കമ്പനി തരുന്നു, അതിൽ അസ്വാഭാവികതയില്ല. മദ്യനയം അനുകൂലമല്ല, നിങ്ങൾ അപേക്ഷ മടക്കി തരും. മദ്യനയം പുതിയതായി പ്രഖ്യാപിച്ചാൽ വീണ്ടും അതേ കമ്പനി മാത്രം വരുന്നത് ദുരൂഹതയല്ലേ? ഇവിടെ എത്രയോ ഡിസ്റ്റിലറി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഡിസ്റ്റിലറീസ് അറിഞ്ഞിട്ടില്ലല്ലോ, ഇന്ത്യയിലെ മറ്റ് കമ്പനികൾ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ടെൻഡർ ക്ഷണിക്കാതെ അല്ലെങ്കിൽ ഒരു അപേക്ഷ ക്ഷണിക്കാതെ ഈ കമ്പനിയുടെ അപേക്ഷ മാത്രം വാങ്ങിച്ച് അവർക്ക് മാത്രം അനുമതി കൊടുക്കുന്നത് ദുരൂഹതയല്ലേ, അഴിമതിയല്ലേ? അതാണ് ഡൽഹിയിലെ മദ്യനയ അഴിമതിയും കേരളത്തിലെ മദ്യനയ അഴിമതിയും ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് CBI തന്നെ ഈ കാര്യം അന്വേഷിക്കണം. മന്ത്രി ഈ കമ്പനിയുടെ പ്രതികളുമായിട്ട് എത്ര തവണ എവിടെയെല്ലാം വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്? ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് വരിക ഒരു അപേക്ഷ? ആ അപേക്ഷ ഒരു ചർച്ചയില്ലാതെ തീരുമാനം എടുക്കുക എങ്ങനെയാണ്? കമ്പനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എക്സൈസ് വകുപ്പ് മന്ത്രി വിശദീകരിക്കുകയാണ്. അങ്ങനെ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ച എപ്പോൾ നടന്നു? അതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ MP രാജ് തയ്യാറാകണം. ഈ സർക്കാർ അനുമതി നൽകിയിട്ടുള്ള അതിലാണെങ്കിൽ 26 ഏക്കർ എന്നാണ് പറയുന്നത്. പിന്നെ മന്ത്രി ആണെങ്കിലും നിരന്തരം അത് തന്നെയാണ് പറയുന്നത്, ഇത്രയും ഭൂമി ഉണ്ടെന്നാണ്. പക്ഷേ നികുതിയിൽ കുറവാണ്. അപ്പോൾ അതെന്താണെന്നാണ് ഇത് തുടക്കത്തിൽ തന്നെ ശുദ്ധ തട്ടിപ്പാണ്. ഈ വന്ന വഴി മുഴുവൻ അപകടകരമായ വഴിയാണ്, അവിഹിതമായിട്ടുള്ള വഴിയാണ്, ഇത് സ്വകാര്യമായിട്ടുള്ള വഴിയാണ്. അതാണ് പലതും പുറത്തു വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. 26 ഏക്കർ എന്ന് പറഞ്ഞപ്പോൾ 21 ഏക്കറായി. ആ 21 ഏക്കറയിൽ 6 ഏക്കർ നിലമാണ്, കൃഷിഭൂമിയാണ്. 15 ഏക്കർ സ്ഥലമുള്ളൂ. ഇവർ 26 ഏക്കർക്ക് വേണ്ടിയാണ് മന്ത്രി വാദിക്കുന്നത്. എന്തറിഞ്ഞിട്ടാണ് മന്ത്രി ഈ കമ്പനിയെ ഇങ്ങനെ വാനോളം പോകുന്നത്? അതാണ് ഇതിൽ ദുരൂഹതയുണ്ട്. കമ്പനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ മദ്യ കമ്പനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയായി മാറി. ഈ പാലക്കാട് ജില്ലയിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്? ഈ ജില്ലക്കാരനായ മന്ത്രി ഏതെങ്കിലും ഒരു വികസന കാര്യത്തിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചായിട്ട് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാലക്കാട് ജില്ലയിൽ കാർഷിക പാക്കേജ് വേണമെന്ന് ആവശ്യം. കൃഷിക്കാർക്ക് വെള്ളമില്ലാതെ അരി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നവരുടെ നെല്ല് വാങ്ങിച്ച് അവർക്ക് പൂർണ്ണമായിട്ടും പണം പോലും ഒരു കൊല്ലമായിട്ട് കൊടുത്തിട്ടില്ല. ഇതിലൊന്നും ഇടപെടാത്തൊരു മന്ത്രി ഈ ജില്ലയ്ക്ക് വേണ്ടി വാദിക്കുന്നത് മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടി മാത്രമാണ്. ഫെബ്രുവരി 17-ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയും അങ്ങോട്ടേക്ക് വടകരപ്പതിയിലോട്ടടക്കം എക്സൈസ് മന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ക്ഷണം സ്വീകരിക്കുമെന്ന് പറയും. അല്ല, ഞാൻ ഈ ചാനലിലൂടെ കണ്ട പത്രസമ്മേളനത്തിൽ കണ്ടതാണ്, എന്നെ പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടല്ല. പക്ഷെ ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയാണെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും
അങ്ങനെ മന്ത്രി വരികയാണെങ്കിൽ ഞാനും കൂടെ പോകാൻ തയ്യാറാണ്, പരിശോധിക്കാൻ തയ്യാറാണ്. അവിടെ എത്ര അഹല്യയിൽ അദ്ദേഹം പറഞ്ഞത് വടകരപ്പതിയും എലപ്പുള്ളിയും ചേർന്നിട്ടുള്ളതാണ് അഹല്യ എന്നാണ്. പക്ഷേ പുതുശ്ശേരി പഞ്ചായത്തും കൂടെ ചേർന്നതാണ്. 500 ഏക്കർ സ്ഥലം 15 ഏക്കർ സ്ഥലം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടുത്തെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ടല്ലോ, അത് വിപുലമായ പദ്ധതിയുണ്ട്. അവിടെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. 24 കോടി ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉണ്ടെന്ന് അഹല്യക്കാരാണ് പറഞ്ഞത്. അത് പരിശോധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഉണ്ടെങ്കിലും 10% പോലും മഴവെള്ളം അവിടെ സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 24 കോടിയുടെ 10% എത്രയാണ്? അത്ര പോലും അവിടെ കഴിഞ്ഞിട്ടില്ല. തൊട്ട പഞ്ചായത്താണ്. അവിടെ ഇതിനേക്കാൾ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലമാണ്. അവിടെയും കുടിവെള്ള പദ്ധതികളില്ല. അത്തരത്തിൽ വാട്ടർ അതോറിറ്റി അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. അവിടെയാണ് മലർപ്പൊടിക്കാരൻ സ്വപ്നം കാണുന്നത് പോലെ ഇദ്ദേഹം വൃദ്ധാവിൽ കമ്പനിയെ സ്തുതി പാടാൻ, കമ്പനിയെ പ്രകീർത്തിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ വൃദ്ധാ വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത്.